കേരളത്തിൽ സ്വർണ്ണവിലയിൽ വൻ ഇടിവ്. വരുന്ന ഏതാനും ദിവസം കൂടി ഇടിവ് തുടർന്നേക്കുമെന്നാണ് വിലയിരുത്തൽ. പിന്നീട് വലിയ വില മുന്നേറ്റമുണ്ടാകുമെന്നും കരുതുന്നു. ആഭരണം ഉൾപ്പെടെ സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വേഗത്തിൽ വാങ്ങുന്നതാവും നല്ലത്. അല്ലെങ്കിൽ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്തിടാം. സ്വർണ്ണവില മാത്രമല്ല, ക്രിപ്റ്റോ കറൻസിയിലും വില ഇടിഞ്ഞിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ വിലയും താഴ്ന്നു. അമേരിക്കൻ ഡോളർ സൂചികയും താഴുകയാണ്. ഇന്ത്യൻ രൂപ കരുത്ത് കൂട്ടുന്നുമില്ല. അമേരിക്ക വൈകാതെ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുമെന്നാണ് നിക്ഷേപകർ കരുതുന്നത്. മാന്ദ്യഭീതിയിൽ നിക്ഷേപകർ സ്വർണം വാങ്ങാൻ തുടങ്ങിയാൽ വില കൂടി വരും. കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് 240 രൂപ കുറഞ്ഞ് 64,160 രൂപയായിട്ടുണ്ട്. 22 ക്യാരറ്റ് ഗ്രാമിന് 30 രൂപ കുറഞ്ഞ് 8,020 രൂപയായി. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 20 രൂപ കുറഞ്ഞ് 6,600 രൂപയായിട്ടുണ്ട്. വെള്ളിവില ഗ്രാമിന് 106 എന്ന നിരക്ക് തുടരുകയാണ്. ആഗോള വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $2,896 താഴ്ന്നു. ഈ മാസം കേരളത്തിൽ രേഖപ്പെടുത്തിയ ഉയർന്ന പവൻ വില 64,520 രൂപയും കുറഞ്ഞ് വില 63,520 രൂപയായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പുതിയ നയങ്ങൾ അമേരിക്കയെ കുഴിയിൽ ചാടിക്കുമെന്നാണ് മിക്കവരും കരുതുന്നത്. മാന്ദ്യത്തിലേക്ക് അമേരിക്ക നടക്കുന്നു എന്നും നിക്ഷേപകർ കരുതുന്നു. ഇക്കാര്യത്തിൽ വിശ്വസനീയമായ മാറ്റം വിപണിയിൽ സംഭവിച്ചാൽ നിക്ഷേപകർ പരിഭ്രാന്തിയിലാവും. അവർ കൂട്ടത്തോടെ സ്വർണം വാങ്ങുന്ന സാഹചര്യം വരും. അതോടെ സ്വർണ്ണവില കുത്തനെ വർദ്ധിക്കും. അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് 2 തവണ ഈ വർഷം കുറയ്ക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിട്ടുള്ളത്. ആദ്യത്തെ കുറയ്ക്കൽ വൈകാതെ ഉണ്ടാകുമെന്നും പ്രചാരമുണ്ട്. പലിശ നിരക്ക് കുറച്ചാൽ നിക്ഷേപ വരുമാനം കുറയുന്ന സാഹചര്യം വരും. അതോടെ നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിയുകയും സ്വർണ്ണവില കൂടുകയും ചെയ്യും. മേൽപ്പറഞ്ഞ 2 സാഹചര്യങ്ങളാണ് വിപണിയിൽ വൈകാതെ വരാൻ പോകുന്നത്. അതിനാൽ നിലവിലെ വിലയിടിവ് മുതലെടുക്കാൻ ഉപഭോക്താക്കൾ തയ്യാറാകുമെന്നാണ് ജ്വല്ലറി വ്യാപാരികളുടെ പ്രതീക്ഷ. വില കുറഞ്ഞ സാഹചര്യത്തിൽ കൂടുതൽ പേർ ആഭരണം വാങ്ങാൻ എത്തുമെന്നും വ്യാപാരികൾ കരുതുന്നു.